പ്രപഞ്ചം ഉണ്ടായ കാലഘട്ടം മുതൽ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവത്തെ അന്വേഷിച്ചിരുന്നു. പച്ചക്കള്ളമാണ്. ആദിമ മനുഷ്യന്മാർ അവൻ്റെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിന് വേണ്ടിയാണ് ജീവിച്ചത്. തന്നെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന, തന്നെ നിലനിൽക്കാൻ സഹായിക്കുന്ന പ്രകൃതി ശക്തിയെ അവൻ ബഹുമാനിച്ചു, ആദരിച്ചു, അതിനെ സംരക്ഷിച്ചു. അതിനോടൊപ്പം തന്നെ അതിനെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായ ക്രമം കൂടി അവിടെ വളർന്നു വന്നു. ഇതാണ് ചരിത്രപരമായ സത്യം. മനുഷ്യന് അന്നും ഇന്നും എന്നും ഒറ്റയ്ക്ക് താമസിക്കുക എന്നുള്ളത് ഒരു പ്രായോഗികപരമായ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് അവൻ കൂട്ടം കൂടി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഗോത്രമായി മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി. കേവല ഗോത്രമായി മാത്രമായിരുന്നില്ല മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഒരു ഗോത്രത്തിനകത്ത് വ്യത്യസ്തങ്ങളായ പല കുലങ്ങൾ, കുലത്തിനകത്ത് ധാരാളം തൊഴിൽ സമൂഹങ്ങൾ, ഇങ്ങനെ അവൻ ജീവിച്ചു. ഇവർക്ക് പൂർവികന്മാരും ഉണ്ടായിരുന്നു. പൂർവികന്മാരെ ഇവർ കരുതുവാനും അവരെ ആരാധിക്കുവാനും അവർക്ക് ദിവ്യശക്തി ഉണ്ടെന്നുമൊക്കെ അവൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഗോത്രദൈവങ്ങളും കുലദൈവങ്ങളും ജാതി ദൈവങ്ങളും കുടുംബ ദൈവങ്ങളുമായി ലോകത്തിൻ്റെ നാനാ തുറയിൽ മനുഷ്യന്മാർ അങ്ങനെ ജീവിച്ചു പോയിരുന്നു. ഈ ഗോത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ലഹളകൾ പതിവായിരുന്നു. ഗോത്രങ്ങൾ തമ്മിൽ മാത്രമായിരുന്നില്ല ലഹളയുണ്ടായിരുന്നത്. ഒരു പ്രദേശത്തെ ഗോത്രങ്ങളെ ആക്രമിക്കാൻ മറ്റു പ്രദേശത്ത് നിന്ന് മല കടന്നോ നദി കടന്നോ ഒക്കെ തന്നെ ആളുകൾ ആക്രമിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ ഗോത്രങ്ങളെയെല്ലാം നയിക്കാൻ ഒരു നേതാവ് വേണം എന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ രാജാവ് എന്ന ഒരു ചിന്ത മുന്നോട്ട് വന്നു. രാജാവിന് ഗോത്രങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു ജൈജാന്റിക് ടാസ്കായി മാറി. അങ്ങനെ രാജാവ് ഈ ഗോത്രങ്ങളുടെ എല്ലാം, ഈ ഗോത്രദൈവങ്ങളുടെ എല്ലാം അധിപനായ ഒരു ശക്തി ഉണ്ട് എന്ന് പറഞ്ഞു പരത്തി. അതാണ് ഏകദൈവം. ഈ ഏകദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് രാജാവെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൈവത്തിന് കിരീടമുള്ളതുപോലെ, ചെങ്കോലുള്ളതുപോലെ, സിംഹാസനമുള്ളതുപോലെ തനിക്കും ഒരെണ്ണം അദ്ദേഹം സെറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് ഈ ലോകത്തിൽ മതം പ്രചരിച്ചത്, അല്ലെങ്കിൽ പ്രചരിക്കപ്പെട്ടത്. ഇതാണ് മതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം.